ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയുള്ള നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ ഇ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിന്റെ കത്തുകൾ പുറത്ത്. 2025 മെയ് മാസത്തിൽ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ശൃംഖലയുടെ നട്ടെല്ല് തകർത്തുവെന്ന് ഈ കത്തുകളിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ വ്യക്തമാക്കി സമ്മതിച്ചിട്ടുണ്ട്. മസൂദ് അസ്ഹർ തന്റെ കത്തുകൾക്ക് മതപരമായ ഒരു അർത്ഥം നൽകാൻ ശ്രമിക്കുകയും തന്റെ വ്യക്തിപരമായ ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. ആക്രമണങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയ അസ്ഹറിന്റെ ആദ്യ സന്ദേശം വളരെ വ്യക്തിപരമായ ഒരു പ്രസ്താവനയോടെയാണ് ആരംഭിക്കുന്നത്. ഇന്ത്യൻ ആക്രമണത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട 14 പേർ കൊല്ലപ്പെട്ടുവെന്നും അതിൽ അദ്ദേഹത്തിന്റെ 10 കുടുംബാംഗങ്ങളും 4 അടുത്ത കൂട്ടാളികളും ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യത്തെ സന്ദേശത്തിൽ തന്നെ തന്റെ ബന്ധുക്കളുടെ മരണത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അസ്ഹർ നേരിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ ആക്രമണങ്ങൾ എല്ലാ പരിധികളും ലംഘിച്ചുവെന്നും സംയമനം പാലിക്കാനുള്ള ഏതൊരു പ്രതീക്ഷയും നശിപ്പിച്ചുവെന്നും തീവ്രവാദി എഴുതിയിട്ടുണ്ട്. ജാമിയ മസ്ജിദ് സബ്ഹാൻ അള്ളാഹ് ബോംബാക്രമണത്തെ ഇന്ത്യയുടെ കടുത്ത പ്രതികാരത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് അയാൾ വിശേഷിപ്പിക്കുന്നത്. ഇനിയും വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അദ്ദേഹം പറയുന്നു. തന്റെ കത്തുകളിൽ തീവ്രവാദികൾ ഖുർആൻ ആവർത്തിച്ച് ഉദ്ധരിക്കുന്നുണ്ട്. മെയ് 8-ന് പുറത്തിറങ്ങിയ ഒരു സന്ദേശത്തിൽ തന്റെ കുടുംബത്തിന്റെ നഷ്ടത്തിനപ്പുറം അദ്ദേഹം ആക്രമണത്തിൽ 36 പേർ കൊല്ലപ്പെട്ടുവെന്നും എഴുതി. ഇന്ത്യൻ ആക്രമണത്തിൽ തന്റെ അടുത്ത ബന്ധുവും ജെയ്ഷെ മുഹമ്മദിന്റെ കോർ കമാൻഡറുമായ മസൂദ് അസ്ഹർ കൊല്ലപ്പെട്ടതായി കത്തിൽ ആദ്യമായി സമ്മതിച്ചു. ബഹോൽപൂരിൽ സ്ഥിതി ചെയ്യുന്ന മർക്കസ് ജാമിയ മസ്ജിദ് സബ്ഹാൻ അള്ളാഹ് പൊളിച്ചുമാറ്റിയതിനു ശേഷം അതിന്റെ സംഘടനയിലെ അംഗങ്ങൾക്കിടയിൽ ഭയത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ധനസഹായത്തിലും നിയമത്തിലും ഉണ്ടാകുന്ന ആഘാതം ഇന്ത്യൻ ആക്രമണത്തിന് ശേഷം താഴ്വരയിലെ പുതിയ നിയമങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുണ്ടെന്നും ധനസഹായവും ഗണ്യമായി കുറഞ്ഞുവെന്നും കത്തിൽ പറയുന്നു. വാസ്തവത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ദിവസങ്ങളിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹർ നിരവധി സന്ദേശങ്ങൾ പുറത്തുവിട്ടു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഈ തീവ്രവാദ സംഘടന ഇന്ത്യയുടെ ആക്രമണങ്ങളോട് ആന്തരികമായി എങ്ങനെ പ്രതികരിച്ചുവെന്ന് ഇത് വെളിപ്പെടുത്തുന്നു. ഈ സന്ദേശങ്ങളിൽ അടുത്ത കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടതിന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ അസ്ഹർ വിവരിക്കുകയും ആ നഷ്ടങ്ങളെ ഒരു പ്രത്യയശാസ്ത്ര വിവരണമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. ഇന്ത്യക്കെതിരെ തിരിച്ചടിക്കാൻ അസ്ഹർ പാകിസ്ഥാൻ സൈന്യത്തോട് അഭ്യർത്ഥിച്ചതായാണ് വിവരം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.